നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി അംഗൻവാടി നവീകരിച്ചു. NSS വളണ്ടിയേഴ്സ് അംഗൻവാടിയുടെ ചുമരുകളിൽ പെയിന്റ് അടിച്ചും കാർട്ടൂണുകൾ വരച്ചുമാണ് നവീകരണം നടത്തിയത്. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, അധ്യാപിക ഷൈജ EB, NSS വളണ്ടിയേഴ്സ് എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിനോടനുബന്ധിച്ച് തന്നെ തദ്ദേശീയം എന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളുടെ സ്കൂളിന് അടുത്തുള്ള അംഗനവാടി ഞങ്ങൾ നവീകരണം നടത്തുകയാണ്. ഇന്നവിടെ കളർഫുള്ളായിട്ടുള്ള പടങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മതിൽ ക്ലീൻ ചെയ്ത് അവിടെ വരച്ച് ഇന്ന് അതും അംഗനവാടി അവർക്ക് നൽകുകയാണ്. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാങ്ക് സെക്രട്ടറി MB ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഈ ഐക്യനാണയ സംഘം പിന്നീട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവുകയും പിന്നീടാണ് സഹകരണ ബാങ്കുകളായി മാറുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളുടെ ബാങ്ക് ഗ്രേഡ് 4 ആയിരുന്നു. ഇപ്പോൾ ഏതാനും ഈ അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ ഗ്രേഡ് 3 ആയിട്ട് നമുക്ക് അംഗീകാരം കിട്ടുമെന്ന ഒരു സന്തോഷ വർത്തമാനം കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ചാവക്കാട് താലൂക്കിലെ ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ചാവക്കാട് താലൂക്കിലെ സഹകരണ ബാങ്കുകളിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ ഒന്നാണ് നമ്മളുടേത് എന്ന കാര്യം അഭിമാനപൂർവ്വം, ഞാനത് എൻ്റെ മാത്രം എടുക്കല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡയറക്ടർമാരുടെ സ്റ്റാഫിന്റെ മാത്രം എടുത്തുകൊണ്ടല്ല. വാടാനപ്പള്ളി കോൺഗ്രസ് 146-ാം ബൂത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിനവും പുതുവത്സരാഘോഷവും നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് പീതാംബരൻ വാലത്ത് അധ്യക്ഷത വഹിച്ചു. സുബൈദ മുഹമ്മദ്, NJ സേവ്യർ, അമീർ ഷാ, ശ്രീജിത്ത്, വിപിൻ, ദിബിൻ, സുലു, ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവക പള്ളിയിൽ മതബോധന ദിനം ആഘോഷിച്ചു. കണ്ടശാങ്കടവ് ഫെറോന മതബോധന ഡയറക്ടർ ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വികാരി പ്രതീഷ് കല്ലറയ്ക്കൽ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത്, മുൻ വികാരി ഫാദർ ഫിനോഷ് കീറ്റിക്ക, കൈക്കാരൻ ജോർജ് കോടങ്കണ്ടത്ത്, പ്രിൻസിപ്പൽ സെൽവിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിന്റെ 125-ാം വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. സമാപനാഘോഷങ്ങൾ തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 4:30 സമൂഹ ബലിയും 6 മണിക്ക് പൊതുസമ്മേളനവും ഇടവക ദിനാഘോഷവും നടന്നു. സമൂഹ ബലിക്ക് വികാരി ഫാദർ ഏബിൾ ചിറമൽ നേതൃത്വം വഹിച്ചു. ഇടവകാംഗങ്ങളായ ഫാദർ സേവിയർ ക്രിസ്റ്റി, ഫാദർ ജോയ് മാളിയക്കൽ എന്നിവർ സഹകാർമ്മികരായി. പൊതുസമ്മേളനം മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കണ്ടശാങ്കടവ് ഫെറോന വികാരി ഫാദർ ജോസ് ചാലക്കൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഇടവകയുടെ പാരിഷ് ബുള്ളറ്റിന്റെയും ഡിജിറ്റൽ കുടുംബ ഡയറിയുടെയും സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ തിരുസ്വരൂപത്തിന്റെയും പ്രകാശനം നടന്നു. ട്രസ്റ്റിമാരായ ജോസഫ് KF, സോളമൻ CA, ലോനപ്പൻ CA, ജനറൽ കൺവീനർ ഫ്രെഡി KA എന്നിവർ നേതൃത്വം നൽകി. കീഴ്പുള്ളിക്കര നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിന് CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഫണ്ട് കൈമാറി. 1982 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സമന്വയമാണ് 14,000 രൂപ സംഭാവനയായി നൽകിയത്. ബാച്ചിന്റെ പ്രതിനിധികളായ ഗീത, റഹ്മത്ത്, സുരേഷ്, സുമ കള്ളോളി എന്നിവർ ചേർന്ന് തുക കൈമാറി. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക TA ജെസ്സി, പ്രിൻസിപ്പൽ VR സുഗന്ധി, PTA വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു, SMC ചെയർമാൻ മനോജ്, മറ്റ് PTA പ്രതിനിധികൾ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. ഞങ്ങൾ പഠിച്ച കാലത്തുള്ള അന്തരീക്ഷമൊന്നുമല്ല ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ഞങ്ങളുടെ അധ്യാപകരും ഇവിടെ ഇല്ല. പുതിയ അധ്യാപകരും പുതിയ സ്റ്റാഫുകളൊക്കെ ഇവിടെ ഉള്ളത്. എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഗൃഹാതുരത്വം ഈ സ്കൂളിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്.
ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള പഠിച്ചിറങ്ങിയ മുൻ വിദ്യാർത്ഥികളുടെ താല്പര്യമാണ്. നമ്മുടെ HM ഞങ്ങളുടെ അങ്ങനെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇവിടെ CCTVക്ക് കുറവുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കുണ്ടായ ഒരു തുക ഞങ്ങൾ സംഭാവന നൽകുകയാണ് ഇന്ന് ഈ ദിനത്തിൽ. തൃപ്രയാർ മേൽത്രിക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പള്ളിവേട്ട ഭക്തി നിർഭരമായി. ഞായറാഴ്ച രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹവനം, എതിർത്ത് പൂജ, നവകപൂജ, ശ്രീഭൂതബലി, മധ്യാഹ്ന പൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തമിഴ്നാട് കീരനൂർ ശ്രീശക്തി ആൻഡ് പാർട്ടിയുടെ നാദസ്വരവും ഉണ്ടായിരുന്നു. പല്ലാവൂർ ശ്രീധരന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തോടെ തൃപ്രയാർ ആത്മാവ് പരിസരത്ത് വെച്ചാണ് പള്ളിവേട്ട ചടങ്ങുകൾ നടന്നത്. തൃപ്രയാർ കിഴക്കേനട മനപ്പടിയിൽ താമസിക്കുന്ന കൊടപ്പുള്ളി ഗോവിന്ദന്റെ മകൻ ചന്ദ്രൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഭാര്യ പുഷ്പ, ഇനീഷ്, ഇന്ദുവത്സൻ എന്നിവർ മക്കളും സരിത മരുമകളുമാണ്. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.